ഹലോ ഗൈസ്, ടുഡേ ഈസ് ഫൈനൽ ഡേ ഓഫ് നക്ഷത്ര. മാത്രമല്ല ഇന്ന് നമ്മുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാവരും ഗോൾഡൻ കളർ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നേരത്തെ തന്നെ സ്റ്റേജിൻ്റെ അടുത്തെത്തി. സൂര്യനൊക്കെ ബൈ ബൈ പറഞ്ഞു പോയി. അങ്ങനെ പ്രോഗ്രാം തുടങ്ങാറാകുന്നു. ഇതാണ് നമ്മുടെ DJ. അങ്ങനെ പിള്ളേരൊക്കെ എത്തി ഏകദേശം പരിപാടി സ്റ്റാർട്ടായി. ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്, ബിക്കോസ് നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ് ആണ്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ സ്റ്റേജ് കയറി പിള്ളേരൊക്കെ അങ്ങോട്ട് തകർത്തുപോയി. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കോസ്റ്റ്യൂം ബോറാവുന്നു. പക്ഷേ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചുമ്മാ സീനായിരുന്നു. അതേ തിളക്കം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ സ്റ്റേജിലും കയറിയുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. പിന്നെ എനർജി ഡൗൺ ആവാനുള്ള അവസരം ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷനേക്കാളും അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചു. അതിലെനിക്ക് വളരെയധികം സന്തോഷം. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ പരിചയം പോലില്ലാത്ത ഒരുപാട് പേരെന്ന് പറഞ്ഞു. പരിപാടി ചുമ്മാ സീനായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ഡാൻസ് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും എങ്ങനെയുണ്ടായിരുന്നു. മൊത്തത്തിലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയായിരുന്നു. വാട്ടവർ, എന്തായാലും നമ്മൾ ഹാപ്പിയാണ്. ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിഷമം, ഇത് നമ്മുടെ അവസാനത്തെ നക്ഷത്രമായിരുന്നു. കുഴപ്പമില്ല, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ വരാം. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മമിത ബൈജു. അങ്ങനെ ആൾ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരാളെത്തി. അതാരാന്നറിയോ? നമ്മുടെ സ്വന്തം വിജയ് സേതുപതി. കാണുന്ന പോലെയല്ല, തമിഴ്നാട്ടിലെ പുള്ളിയുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ സീനാണ്. അതെന്താണെന്ന് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോയി നമ്മുടെ ഡാൻസ് കോസ്റ്റ്യൂം ഒക്കെ മാറ്റി. വയലും മൂക്കിലേക്ക് നിറച്ച് ഗിൽറ്റായിരുന്നു. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കോ. ഒടുവിൽ അവസാനം 5-6 വാണവും ഇട്ട് നക്ഷത്ര 2025 അങ്ങനെ അവസാനിക്കുകയായി സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.